ആ ദാരിദ്ര്യം മോചിപ്പിക്കാൻ കഴിയും. അങ്ങനെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ മോഡലാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആദ്യത്തെ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള മുഴുവൻ ആളുകളെയും സർവേ നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണിത്. അങ്ങനെ സർവേ നടത്തിയ ആ നമ്പർ അവിടെ എടുത്തു വെക്കാനല്ല, എത്ര പേരുണ്ടെന്ന് പറയാനല്ല. ആ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടെത്തിയത് എത്ര പേരെയാണ്, കുടുംബങ്ങളെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അറിയാം, ഓരോ വാർഡിലും ഉള്ള അതിദരിദ്രർ എത്രയാണ് എന്ന് നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മൾ കണക്ക് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ എത്രയാണ് കുടുംബങ്ങൾ, കുട്ടികളൊന്നും പുറത്തോ എല്ലാ A+ കിട്ടിയവരില്ലേ? അപ്പോൾ A+ കിട്ടിയവരവർക്ക് എത്ര കുടുംബങ്ങളാണെന്ന് ഞാൻ പറയാം. 64,006 കുടുംബങ്ങളാണ്. 6 കുടുംബങ്ങൾ, ആളല്ല, 64,006 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യം ഉള്ളവരായിട്ട് നമ്മൾ കണ്ടെത്തിയത്. ആ അതിദാരിദ്ര്യം കണ്ടെത്തിയ ആളുകളുടെ എണ്ണം എങ്ങനെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് അവരെ മോചിപ്പിക്കാൻ കഴിയും, അത് 2023 നവംബർ 1 ആകുമ്പോഴേക്കും പ്രഖ്യാപിക്കണം എന്ന് തീരുമാനിച്ചു. 2023 നവംബർ 1 ആയി കഴിഞ്ഞപ്പോൾ ഈ 62,000 പേരും വരുന്ന കുടുംബങ്ങളിലെ 32,000-ഓളം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇനി 2024 നവംബർ 1 ആകുമ്പോഴേക്കും വീണ്ടും അത് പരിശോധിക്കും. അപ്പോൾ നമ്മുടെ പെരുങ്ങോട്ട് കുറിശി ഓരോ വാർഡിലുമുള്ള അതിദരിദ്രർ എത്രയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വാർഡിലും തയ്യാറാക്കിയാണ്. അതിപ്പോൾ ഈ നവംബർ 1 ആകുമ്പോൾ 24 നവംബർ 1 ആകുമ്പോൾ വീണ്ടും പരിശോധിക്കും. അത് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ 32,000 മിക്കവാറും ഒരു 10,000 കുടുംബങ്ങളായിട്ട് മാറാൻ സാധ്യതയാണ്. അങ്ങനെ